സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. ചിരി കൂടിക്കൊണ്ടേയിരിക്കും, ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ഭയങ്കര ഒരു കോമഡി സിനിമ കണ്ട പോലെ ലൈഫിൽ ഭയങ്കരമായിട്ട് ചിരിച്ച പോലെ ഫ്രണ്ട്സുമായിട്ട് എവിടെയോ ചിരിച്ചൊരു മെമ്മറി, ആ മെമ്മറി പോലെ ചിരി വന്നുകൊണ്ടേയിരിക്കും. ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും, ഭയങ്കരമായിട്ട് ഒരു 20 times 50 times പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കണം. പേര് ഓർക്കാൻ ശ്രമിത്തോളം. എന്താ പേര്? സ്വന്തം പേരെന്താ? എത്രത്തോളം ഓർക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം പോയിക്കൊണ്ട്. എൻ്റെ പേര് ലിജോ എന്നാണ്. എത്രത്തോളം ഓർക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം പേര് പോയിക്കൊണ്ടേയിരിക്കും. ഹായ്, മൈ നെയിം ഇസ് ലിജോ. വാട്ട്സ് യുവർ നെയിം? ഇസ് കംപ്ലീറ്റ്ലി ഗോൺ. ആ കടലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, പറന്നു പോകുന്നതും. മഞ്ജു. എന്താ പേര്? എന്താ പേര്? എന്താ പേര്? യുവർ മൗത്ത് ഈസ് സ്റ്റക്ക്. യു കനോട്ട് ക്ലോസ് യുവർ മൗത്ത്. മൗത്ത് ഫുള്ളി സ്റ്റക്കാണ്. അടയ്ക്കും തോറും നല്ല വൈഡായിട്ട് തുറന്നുകൊണ്ടേയിരിക്കും. ഭയങ്കര വൈഡായിട്ട് തുറന്നുകൊണ്ടിരിക്കും. ഓക്കെ 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 ഓൺ എ കൗണ്ട് ഓഫ് 3 വാ തുറന്നു, കൈ റിലാക്സായി. ആ കൈ മടക്കാൻ പറ്റുന്നില്ല, എത്രത്തോളം ശ്രമിച്ചിട്ടും മടക്കാൻ പറ്റുന്നില്ല. ഓക്കെ, കൈ റിലാക്സായി. ഹലോ റേഡിയോ 90.8, ഇത് നമ്മുടെ ശബ്ദം, നമ്മുടെ റേഡിയോ. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അതിഥിയാണ്. കാരണം നമ്മൾ സാധാരണ കാണാത്ത, കേൾക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം സുപരിചിതമല്ലാത്ത ഒരു ഏരിയയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു 18 വർഷക്കാലം ക്യാബിൻ ക്രൂ മെമ്പറായി വർക്ക് ചെയ്തിട്ട് അതിനുശേഷം പാഷനെ ഫോളോ ചെയ്ത് ഇപ്പോൾ തൻ്റെതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ലിജോ ജോസ് തെക്കേടത്ത്. ഹലോ, നമസ്കാരം. നമ്മുടെ ഏരിയ എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ എന്താണെന്നൊരു പിടികിട്ടാത്ത സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, അങ്ങനെ ഒരു ഏരിയയാണ് സാറിൻ്റെത്, ഹിപ്നോട്ടിസം. സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 18 വർഷം നമ്മൾ ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഹിപ്നോട്ടിസം, സൈക്കോളജി, അങ്ങനെ ഒരു ഏരിയയിലേക്ക് നമ്മളൊരു ഷിഫ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പൊ എന്തായിരുന്നു ആ ഒരു ഷിഫ്റ്റിനുള്ള കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ശരിക്കും നമ്മളെല്ലാം വീട്ടിലിരുന്ന് പോയൊരു അവസ്ഥയുണ്ട്. ഏതാണ്? കൊറോണ, കോവിഡ്. അപ്പോൾ കോവിഡ് സമയത്ത് വീട്ടിലിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം വീട്ടിലിരുന്നപ്പോൾ ഞങ്ങൾക്ക് വന്ദേ ഭാരത് മിഷൻ എന്ന സംഭവം ഉണ്ടായിരുന്നു. പ്രവാസികളെ ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്ന ഒരു മിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മിഷന് നമ്മൾ ഫ്ലൈറ്റിൽ പോകാൻ നേരത്ത് നമ്മൾ യൂണിഫോം ഇട്ടാണല്ലോ സാധാരണ പോകുന്നത്. പക്ഷേ ഇത് യൂണിഫോമിൻ്റെ മേളിൽ നമുക്കൊരു PPE കിറ്റ്, ഫേസ് ഷീൽഡ്, മാസ്ക്, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സഫോക്കേഷൻ കൂടും, ഇറിറ്റേഷൻ കൂടും. അതിലും കൂടുതൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ, ഒരു 10-15 കൊല്ലമായിട്ട് അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഇയാളുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നു പോവാം. അപ്പോൾ ഈ പേര് എന്താ എനിക്ക് കിട്ടാത്ത നമുക്കൊരു ഓക്വേർഡാണല്ലോ. ഒരാളുടെ ഇത്തരം അടുത്തൊരു സുഹൃത്തിൻ്റെ പേര്, നേരത്തെ ആണെങ്കിൽ യൂണിഫോം ഉള്ളപ്പം PPE കിറ്റ് നെയിം ബാഡ്ജ് കാണും. ഈ നെയിം ബാഡ്ജ് ഇല്ലാതെ വന്നപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നേരെ, നമുക്കിപ്പം ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടല്ലോ എല്ലായിടത്തും, അപ്പോൾ നേരെ പോയി മെമ്മറി ആങ്കറിങ് എന്നൊരു സംഭവമാണ് ഞാൻ നോക്കിയത്. എങ്ങനെ മെമ്മറിയെ നമുക്ക് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാം എന്നുള്ള സംഭവം നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മെൻ്റലിസം, ഹിപ്നോട്ടിസം എന്നൊക്കെ കുറേ സാധനങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. എങ്ങനെയാണ് ഒരാൾ പോയി ഒരാൾക്ക് ഷേക്ക് ഹാൻഡ് എടുത്ത് കണ്ണി നോക്കുമ്പോഴും മറ്റേ റിലാക്സ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് പ്രോഗ്രാം ചെയ്യുന്നു. ഇപ്പോൾ ഹിപ്നോട്ടിസ്റ്റായി മാറി. ഞാൻ എയർ ഇന്ത്യ ഒരു 2 years ബാക്ക് റിസൈനും ചെയ്തു. അതായത് ഈ ഒരു മറവി എന്ന് പറയുന്ന ഒരു സംഭവം, അത് എല്ലാവരുടെയും ലൈഫിലുണ്ടാവും, പല പല സ്റ്റേജിലുണ്ടാവും. എനിക്കൊക്കെ ഭയങ്കര മറവിയാണ് കേട്ടോ. എല്ലാവരും കാണുമ്പോൾ നല്ല പരിചയമുണ്ട്, എവിടെ നിന്നാണ് പരിചയപ്പെട്ടതെന്നോ, പേര് പോയിട്ട് എവിടെ നിന്ന് പരിചയപ്പെട്ടു എന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ഇതുപോലെ സെർച്ച് ചെയ്യാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ അങ്ങനെ മൈൻഡ് റിലേറ്റഡ് കാര്യങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. ആ ഒരു ചിന്തയാണ് സാറിനെ ഈ ഒരു കരിയറിലേക്ക് എത്തിച്ചത്. ഉറപ്പായിട്ടും ഒരു ചിന്തയോടെയാണ് ഇതിലേക്ക് വരുന്നത്. നമ്മള് മറ്റേ ആപ്പിള് താഴേക്ക് വീഴുന്ന കണ്ട് അതുപോലെ നമ്മുടെ ഒരു, അതെ, അങ്ങനെ വന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ ഡ്രീം ചെയ്ത് അച്ചീവ് ചെയ്ത ഒരു പ്രൊഫഷൻ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. പിന്നെ എയർ ഇന്ത്യയിലാണെങ്കിൽ പോലും ഞാനൊരു 18 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്കുള്ള പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹയർ പോസ്റ്റുകളാണ്. പക്ഷേ എനിക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിയും നമ്മുടെ മൈൻഡിനെ പറ്റിയും പഠിച്ചപ്പോഴത്തേക്കുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കാരണം ഞാൻ അതിനെ മാറ്റി വെക്കുകയും എൻ്റെ ഗ്രോത്ത് ഇവിടെയാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു ഹിപ്നോട്ടിസ്റ്റ് ആയ ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ ആ ഒരു കരിയർ ഗ്രോത്ത് ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടെ ആപ്റ്റ് ആയത് ഇതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ചിന്തയിൽ ഇങ്ങോട്ട് എത്തിയതാണ്. ഈ ഒരു ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് സാറിന് ഇൻട്രസ്റ്റ് തോന്നാനായിട്ടുള്ള ഫാക്ടേഴ്സ് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും അറിയില്ല. ആ പേരും പിന്നെ അത് ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ ഫുൾ നമ്മുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പല കാര്യങ്ങളും പുറത്ത് പറയുന്നു എന്നുള്ളതല്ലാതെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള അറിവൊന്നുമില്ല. അപ്പം ഞങ്ങൾക്കൊന്നും അറിയാത്ത ആൾക്കാർക്ക് എന്താണ് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു തരും. ഒരു ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറഞ്ഞാലും ഈ ഒരു സാധാരണ വ്യക്തി തന്നെയാണ്. ആൾക്ക് സ്പെഷ്യലായിട്ടൊരു പവറോ കഴിവോ ഒന്നുമില്ല. അശ്വതി റിലീജിയസ് ആണോ? അതെ.
ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഏതെങ്കിലും പാർട്ടി പൊളിറ്റിക്സിൽ അതിലില്ല വിശ്വാസം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാന്നപ്പം ഹിന്ദുവാണ്. അപ്പോൾ നമ്മൾ ഹിന്ദുവിൽ വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ആണ് ഇൻ വൺ വേ ഓർ അതർ, എയ്തർ ബൈ റിലീജിയൻ അല്ലെങ്കിൽ ബൈ പൊളിറ്റിക്സ്. നമ്മൾ എന്തിനെ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നു, നമ്മൾ എന്തിനെ കേൾക്കുന്നു. ഇപ്പോൾ ഒരു ബിസിനസ് സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു പെന്ന് സെല്ല് ചെയ്യാൻ നേരത്ത് ആ പെന്ന് അശ്വതി മേടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഹിപ്നോസിസ് ആണ് നടക്കുകയാണ്. ഞാൻ വേറൊരാളെ കൺവിൻസ് ചെയ്യാണ്. അപ്പോൾ ഹിപ്നോസിസ് എന്ന് പറയുമ്പോൾ അത്രയും പേടിക്കേണ്ട സംഭവങ്ങളൊന്നുമില്ല. ഹിപ്നോസിസ് ബേസിക്കലി നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്ത് ആ ഉപബോധ മനസ്സ് ആ നിർദ്ദേശങ്ങളെ പാലിക്കുക ചെയ്യുക കൂടുതലും. അപ്പം അത് നമുക്ക് പല രീതിയിൽ നമുക്കത് ഇൻഫ്ലുവൻസ് ചെയ്യാം ആൾക്കാരെ, അല്ലെങ്കിൽ നമുക്കൊരു തെറാപ്യൂട്ടിക് ഇതിൽ ചെയ്യാം, ഒരാളെ ഹീൽ ചെയ്യാൻ വേണ്ടി ചെയ്യാം. കാരണം നമ്മുടെ ട്രോമാസും ഡിപ്രഷനും പാസ്റ്റും ആങ്സൈറ്റി ഫ്യൂച്ചറാണ്. പക്ഷെ എന്നാൽ ഇതെല്ലാം കിടക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ബാഡ് മെമ്മറി ആയിരിക്കാം, ഒരു പാസ്റ്റ് ട്രോമ ആയിരിക്കാം. അപ്പോൾ ഇതിനെയൊക്കെ എടുത്തു കളയാൻ വേണ്ടി നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്കൊരു ആക്സസ് ഇല്ല. നമുക്ക് രണ്ട് മൈൻഡ്സ് ആണല്ലോ ഉള്ളത്, കോൺഷ്യസ് സബ് കോൺഷ്യസ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്കൊരു ആക്സസ് ഇല്ല. ഇപ്പം അശ്വതി ഇപ്പം ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയും എത്രയുള്ള വിഷമം അതങ്ങ് എടുത്ത് കളഞ്ഞേര് പറ്റുമോ? പറ്റില്ല. പക്ഷെ ഇവിടെയാണ് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസ്റ്റിന്റെ ഗുണം. ഇയാൾക്ക് നമുക്കൊരു പറഞ്ഞു തരാൻ പറ്റും എങ്ങനെ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു ആക്സസ് കിട്ടും. ഈ ആക്സസ് കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മുടെ തന്നെ പ്രശ്നങ്ങളെ എടുത്തു കളയാൻ പറ്റും. ഇപ്പം ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, അവരുടെ പേരിന്റെ താഴെ ഹീലർ എന്നൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നല്ലതാണ്, പക്ഷെ ഒരിക്കലും ഒരാളല്ല ഹീൽ ചെയ്യുന്നത്. ഹീലിംഗ് എല്ലാം സെൽഫാണ്. പക്ഷെ ഒരു ഹിപ്നോട്ടിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ജിമ്മിലെ ഇൻസ്ട്രക്ടറിനെ പോലെ ഇയാൾ ഒരു ഗൈഡാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ട്രെയിനറാണ്. അപ്പോൾ പുള്ളി സ്കില്ല് പറഞ്ഞു അത് ഇങ്ങനെ ചെയ്യ്. അങ്ങനെ നമ്മളൊരാളെ അവരുടെ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കാനുള്ള കുറേ ടെക്നിക്സ് പഠിച്ചൊരു വ്യക്തിയാണെന്നേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ നമുക്ക് തെറാപ്യൂട്ടിക്കുള്ള സാധനം ചെയ്യാം. പിന്നെ ഞാൻ സ്റ്റേജ് ഹിപ്നോസിസ് ചെയ്യാറുണ്ട്, സ്റ്റേജ്, സ്ട്രീറ്റ്. പിന്നെ കോർപ്പറേറ്റ് ട്രെയിനിങ്സ് ആണ് ഇപ്പം കൂടുതലായിട്ട് ചെയ്യുന്നത്. കോർപ്പറേറ്റ് ട്രെയിനിങ്സ് പറയുമ്പോൾ ഇപ്പം ഒരു കമ്പനിക്ക് വേണ്ടി 10 പേര് വർക്ക് ചെയ്യുന്നു. ഈ 10 പേരും വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്, പണം സാലറിക്ക് വേണ്ടിയാണ്. പക്ഷെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം 3 തരത്തിലുള്ള ട്രെയിനിങ്സ് ആണ് നടക്കുക. ഒന്ന് സെയിൽസ് ട്രെയിനിങ് ആണ് നടക്കുക, അറിയാലോ, സാധനങ്ങൾ വിൽപ്പിക്കുക, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ സെല്ല് ചെയ്യാം, എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. സെക്കൻഡ് ഇസ് മോട്ടിവേഷണൽ ട്രെയിനിങ് ഓർ മൈൻഡ് പവർ ട്രെയിനിങ്. പക്ഷേ ഒരു ഫാക്ട് പറഞ്ഞാൽ ഈ മോട്ടിവേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ നല്ല കുളിരും തമാശും ഇക്കിളിയൊക്കെ തോന്നും, മോട്ടിവേറ്റഡ് ആവും. പക്ഷേ മോട്ടിവേഷൻ ട്രെയിനിങ് ലാസ്റ്റ് ഫോർ 8 to 10 hours എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി പറയാം. അതായത് നമ്മളൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവും. പക്ഷേ 8 to 10 മണിക്കൂറിനുള്ളിൽ ആ മോട്ടിവേഷൻ അവിടെ തീരും. അത് പഠനങ്ങളാണ് പറയുന്നത്. പിന്നെ വരുന്ന ഒരു ട്രെയിനിങ് എന്ന് പറയുന്നതാണ് ഹിപ്നോട്ടിക് ട്രെയിനിങ്സ്. പക്ഷേ ഹിപ്നോട്ടിക് ട്രെയിനിങ്സ് അത് ചെയ്യുന്ന അധികാരം ഇന്ത്യയിലില്ല. ഹിപ്നോട്ടിക് ട്രെയിനിങ്സ് എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ സബ് കോൺഷ്യസിലേക്കാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇപ്പം നമ്മൾ എത്ര സെയിൽസ് പഠിച്ചാലും അല്ലെങ്കിൽ എത്ര ട്രെയിനിങ്സ് ചെയ്താലും നമുക്കൊരു മൈൻഡ് ഇല്ലെങ്കിൽ, മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പം ബേസിക് എന്താ, റൂട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നു, നമ്മുടെ മൈൻഡ് ക്ലിയർ ചെയ്യുന്നു. മൈൻഡ് ക്ലിയർ ചെയ്യുന്ന വെച്ചാൽ എല്ലാവരും വിചാരിക്കും എങ്ങനെ മൈൻഡ് ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ChatGPT ഉണ്ട്, അല്ലെങ്കിൽ Google ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഹിപ്നോസിസിന്റെ ബെനിഫിറ്റ്സ് ഓഫ് ഹിപ്നോസിസ് അടിച്ചു കൊടുത്താൽ അതിന് ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ വരും. ഓക്കെ, അപ്പം ഈവൻ ഫിസിക്കലി വെയിറ്റ് കുറയ്ക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. മൈൻഡ് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് വേറെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഹിപ്നോസിസിന് വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മുടെ എല്ലാവരും ലൈഫിലുണ്ട്. പിന്നെ ഹിപ്നോട്ടിസം എൻ്റെ അടുത്ത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഹിപ്നോട്ടിസം വർക്ക്ഷോപ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പലരും വിളിച്ച് ചോദിക്കും ഇത് പഠിച്ചാൽ എനിക്ക് മറ്റൊരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ അതല്ല ഒരാളുടെ സൂപ്പർ പവർ എന്ന് വെച്ചാൽ. ഹിപ്നോട്ടിസം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ തന്നെ ഉപബോധ മനസ്സിലേക്ക് ഒരു ആക്സസ് കിട്ടിയാൽ എങ്ങനെയായിരിക്കും. നമുക്ക് നമ്മുടെ തന്നെ കുറച്ചുകൂടെ ഒരു ഡിസ്ക്ലെയിമേഴ്സ് ഒന്നുമില്ല, അതായത് വേറെ ആരും ഹേർട്ട് ചെയ്യാൻ പറയുന്നില്ല. പക്ഷെ നമ്മളിപ്പം ഒരു റിലീജിയസ് ആയിട്ട് ഒരു ആക്ടിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ധ്യാനത്തിന് പോകുന്നു, അവിടെയൊക്കെ ഒരു ഹീലിംഗ് നടക്കുന്നതൊക്കെ കൂടുതലും സെൽഫ് ഹിപ്നോസിസിനെ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ കൂടുതലും സൈക്കോളജിക്കലായിട്ട് നോക്കുമ്പോൾ നമ്മൾ സെൽഫായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമുക്കൊരു ആക്സസ്, നമ്മുടെ ക്രിട്ടിക്കൽ മൈൻഡ് തുറന്ന് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ തന്നെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യും. അതായത് നമ്മൾ ഇതുപോലെ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോകുന്ന സമയത്തുള്ള ഒരു പ്രാർത്ഥനയാണോ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥന, പ്രയർ ഇസ് എ അഫർമേഷൻ എന്ന് പറയുന്നത്. എവറി പ്രയർ ഇസ് എ സെൽഫ് അഫർമേഷൻ. നമ്മൾ പറയുന്ന ഓരോ പ്രാർത്ഥനകളും നമ്മളോട് പറയുന്ന സജഷൻസ് ആണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നോർമലി കോൺഷ്യസ് മൈൻഡാ കേൾക്കുന്നുണ്ട്, പക്ഷെ സബ് കോൺഷ്യസിലേക്ക് അത് പോകുന്നെങ്കിൽ അത് ഭയങ്കര ഡീപ്പായി പോകും. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലും അല്ലെങ്കിൽ എങ്ങനെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ അഫർമേഷൻസും, ഇപ്പം ഞാൻ പറയുവാണ് ഈ ഡോറിൻ്റെ പുറത്ത് ഒരാൾ തൂങ്ങിച്ചെത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പേടിക്കണ്ട എന്ന് ഞാൻ പറയുവാണ്. ഇതുവരെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഞാൻ ഇതിൽ പറഞ്ഞാൽ പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ആ പേടി എന്നുള്ള സാധനം സബ് കോൺഷ്യസിൽ ഇട്ടുകൊണ്ട് ഇനി പുറത്തിറങ്ങുമ്പോൾ ആ തോട്ട് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അതുപോലെ നമുക്ക് കുറേ തോട്ട്സ് ഇടാം, നല്ല തോട്ട്സ് ഇടാം, വേണ്ടാത്തന്നെ എടുത്തു കളയാം. പിന്നെ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളെ ഹീൽ ചെയ്യാം. സൈക്കോസൊമാറ്റിക് എന്ന് വെച്ചാൽ
നമ്മുടെ സൈക്കോയിസ് മൈൻഡ് ആൻഡ് ബ്രെയിൻ ഓർ സൊമാറ്റോയിസ് ബോഡി ആൻഡ് സൊമാറ്റോയിസ് ബോഡി. അപ്പം ബ്രെയിനും ബോഡിയും റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെ അല്ലെങ്കിൽ ഡിസോർഡേഴ്സിനെ നമുക്ക് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചോദിക്കും ഏതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് ചോദിക്കും. ഓൾമോസ്റ്റ് 80-85% സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ആണ്. മൈൻഡും ബോഡിയും കണക്ഷനിലുള്ള അസുഖങ്ങളാണ് എല്ലാം, ഈവൻ ക്യാൻസർ പോലും. ഇപ്പൊ നമ്മുടെ കൈ ഒടിഞ്ഞു എന്ന് വിചാരിക്കുക, അപ്പം ഹിപ്നോതെറാപ്പിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഈ ഒടിഞ്ഞെടുത്ത വേദന നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കാരണം പെയിൻ എപ്പോഴും സൈക്കിക്കായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ നമുക്ക് ഹീലിംഗ് ഫാസ്റ്റ് ആക്കാൻ പറ്റും. 3 months കൊണ്ട് ഹീൽ ചെയ്യാൻ സാധിക്കും. ചിലപ്പം ഹീലിംഗ് ഫാസ്റ്റ് ആക്കാൻ പറ്റും, സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഈ ടൈപ്പ് ഓഫ് ഒരു നമ്മളെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ആണല്ലേ മാനിഫെസ്റ്റേഷനും ഒക്കെ. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ നമുക്ക് അത് നമ്മളെപ്പോഴും ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ അതായിരിക്കും നടക്കുക എന്നൊക്കെ പറയുമല്ലോ പണ്ട് മുതൽ. അതുകൊണ്ട് നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കരുത്, എപ്പോഴും പോസിറ്റീവായിരിക്കും. അപ്പോൾ അതും ശരിയാണല്ലോ. നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ മെസ്സേജ് പാസ് ചെയ്യും, നമ്മുടെ ലൈഫിൽ കുറെ നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കും എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഓറഞ്ച് പിരിഞ്ഞാൽ എന്താ കിട്ടുക? ഓറഞ്ചിന്റെ നീര്, ഓറഞ്ച് ജ്യൂസിലെ കിട്ടുന്നത്. ആപ്പിൾ ജ്യൂസ് കിട്ടുമോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സ് എന്താണോ അതുപോലെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നതും നമുക്ക് കിട്ടുന്നതും നമ്മൾ പെർസീവ് ചെയ്യുന്നതും. ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവായിട്ട് സാധനം നമ്മുടെ ചുറ്റിനും എങ്ങും ഇല്ല. പക്ഷെ നമ്മുടെ തോട്ട്സ് അതിനെ നെഗറ്റീവായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഒരാൾക്ക് ഈ കളർ ഇഷ്ടമല്ല, അത് അയാളുടെ മാത്രം പെർസെപ്ഷനാണ്. അയാളുടെ മനസ്സിൽ അതാണ്, അയാൾ ആ ഓറഞ്ചാണ് ഇരിക്കുന്നത്. പക്ഷെ വേറെ ആൾക്ക് ആ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ തെറ്റും ശരിയും ഉണ്ടെന്ന് പോലും ഞാൻ പറയുന്നില്ല. അത് ഓരോരുത്തരുടെ ബിലീഫ്സും അവരുടെ പെർസെപ്ഷനാണ് ലൈഫിൻ്റെ. അവർക്ക് കിട്ടിയ സാധനങ്ങൾ അവരതിനെ വെച്ച് ഒരു ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് അതിനെ കാണുന്ന രീതി അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിലും മൈൻഡ് റീഡിങ്ങിനൊക്കെ ഒരുപാട് പ്രാധാന്യം, അത് കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട്. ഈ മൈൻഡ് റീഡിങ്ങും ഹിപ്നോട്ടിസവും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? രണ്ടും മൈൻഡ് റിലേറ്റഡ് കാര്യങ്ങളല്ലേ? ഇതിന്റെ പേര് മൈൻഡ് റീഡിംഗ് കുറച്ചുകൂടി ഡെഫിനേഷനായിട്ട് പറഞ്ഞാൽ ഒരു സിംഗിൾ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലിസം എന്ന് പറയാം. എല്ലാവരും ചോദിക്കും ഹിപ്നോട്ടിസം പഠിച്ചാൽ എന്റെ മനസ്സ് വായിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. മനസ്സ് വായിക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. പക്ഷെ മെന്റലിസം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് ഫോം ആണ്. ഇപ്പൊ മാജിക് ചെയ്യുമ്പോൾ ശരിക്കും പ്രാവിനെ എടുത്തു വിടുന്ന ശരിക്കും പ്രാവടം ഉണ്ട്. പക്ഷെ നമ്മുടെ കാഴ്ചയിൽ പുള്ളി എവിടുന്നോ എടുക്കുന്നു. അപ്പൊ ഇതുപോലെ ഒരാളുടെ ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഒരാളുടെ സൈക്കോളജിക്കലായിട്ടുള്ള കുറെ ഫോഴ്സിങ്സ് വെച്ചിട്ട് നമ്മളൊരു ഒരാളുടെ ഇൻഫർമേഷൻ മേടിച്ചിട്ട് അയാൾക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. പക്ഷെ അയാൾ പോലും അത് അറിയുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ആർട്ട് ഫോമാണ്. ഇതിനെ നമുക്ക് ഞാൻ ഇത് കളിയാക്കുന്ന കണ്ടിട്ടുണ്ട്, ഇത്രയുള്ള സംഭവം. പക്ഷെ ഇത് പെർഫോം ചെയ്യാനും ഇതിനെ ആ രീതിയിൽ പ്രസന്റ് ചെയ്യാനും മെന്റലിസം ഒരു നല്ലൊരു ആർട്ട് ഫോമാണ്. അപ്പോൾ പലരും മെന്റലിസ്റ്റുകൾ വന്നിട്ട് ഹീലിങ്ങിന് വേണ്ടിയൊക്കെ ചോദിക്കും, പക്ഷെ അത് ഇമ്പോസിബിൾ ആണ്. ഇപ്പം നിങ്ങൾക്കൊരു ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഹിപ്നോസിസിൽ ഇറ്റ് ഹാപ്പൻസ് ഇൻ റിയൽ. ഞാനിപ്പോൾ സ്റ്റേജ് ഷോ ചെയ്യാൻ നേരത്ത് മെന്റലിസത്തിൽ ഇപ്പം ഒന്ന് പാളിക്കഴിഞ്ഞാൽ അതിന് ബാക്കപ്പായിട്ടൊരു സാധനമുണ്ട്. ഓക്കെ, മെന്റലിസത്തിൽ ഈ സാധനം ആൻസർ ഇതാണ് വരുന്നെങ്കിൽ ഇത് പാളിപ്പോയാൽ എനിക്ക് വേറൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട്, പ്ലാൻ ബി ഉണ്ട്. പക്ഷെ ഞാൻ സ്റ്റേജ് ഹിപ്നോസിസ് ചെയ്യുമ്പം ഞാൻ സ്റ്റേജിൽ ചെല്ലുന്നു, അവിടെ ഇരിക്കുന്ന 100, 200, 500, 1000 പേരിൻ്റെ അകത്തുനിന്നുള്ള നല്ല ആൾക്കാരെ സ്റ്റേജിൽ കൊണ്ടുവന്ന് അവരുടെ ബ്രെയിനെ ഹാക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് രീതിയിൽ അവർ ഉപബോധ മനസ്സിലേക്ക് ഒരു ആക്സസ് കിട്ടിയതിന് ശേഷം നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ ഫണ്ണിയാക്കി ആ ഫണ്ണ് ഓഡിയൻസിലേക്ക് കൊണ്ടുവന്ന് ചെയ്യുന്നൊരു ആക്ടാണ്. അപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസും ആണ്. കയറാൻ നേരം നമുക്ക് ആങ്സൈറ്റി ഉണ്ട്, കാരണം ഇത് എന്താ സംഭവിക്കുക, എങ്ങനെ സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. മറ്റേത് എനിക്കറിയാം, മെന്റലിസത്തിൽ നിങ്ങൾക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട്, നിങ്ങൾക്ക് ടീമുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന് പാളിപ്പോയാലും അടുത്തൊന്നുണ്ട് എന്നുള്ള മെയിൻ ഡിഫറൻസ് വെച്ചാൽ ഒന്ന് എന്റർടൈൻമെന്റും അല്ലെങ്കിൽ ഒന്ന് പെർഫോമിംഗ് ആർട്ടും. ഇവിടെ നമുക്ക് ഹിപ്നോസിസ് പെർഫോമൻസിന് ഉപയോഗിക്കാം, പക്ഷേ ബെസ്റ്റ് തിങ് ഇസ് ലൈക്ക് ഇറ്റ് ഈസ് റിയൽ. ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതലും എന്താണ് നമ്മൾ ഈ ഡെമോസും അല്ലെങ്കിൽ നമ്മൾ ഈ എന്റർടൈൻമെന്റ് ഉള്ള സാധനം കാണിക്കുന്നത് തന്നെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് കാണിച്ച് നമ്മൾ മെസ്സേജ് കൊടുക്കും. അപ്പോൾ നമ്മൾ കേൾക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ആൾക്കാർ കാണുവാണ്, ഇങ്ങനെ മാറ്റാൻ പറ്റുമോ, ഒരു മനസ്സിനെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ അവർക്കൊരു സാധനം പുതിയതായിട്ട് കിട്ടും. എപ്പോഴും ബെനിഫിറ്റഡ് ആണ് ഒരു ഹിപ്നോസിസ് അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിക് ട്രെയിനിങ് അല്ലെങ്കിൽ സ്റ്റേജ് ഹിപ്നോസിസ് ഒക്കെ ഉണ്ടായാലും നമുക്ക് എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ട് വീട്ടിലേക്ക്. സാധാരണ പ്രോഗ്രാംസ് ഉണ്ട്, കൈയടിച്ച് പോയി. ഇതല്ല, ഇത് കണ്ടു, കൈയടിച്ചു, എന്തോ സാധനം കിട്ടി, മനസ്സിലായി, എനിക്ക് ഇതിൻ്റെ അകത്തുനിന്നൊരു സാധനം ഉണ്ട് എന്നൊരു സാധനം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പോലും അറിയാത്ത, അതായത് എൻ്റെ കോൺഷ്യസ് മൈൻഡിൽ ഇല്ലാത്ത പല കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് ഹിപ്നോട്ടിസത്തിലൂടെ അതിലേക്ക് ഇറങ്ങി ചെന്ന് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിൽ അത് മാറ്റിക്കളയാനും നമ്മളെ അങ്ങനെ കാമാക്കി എടുക്കാനും ഒക്കെ സാധിക്കുമല്ലോ. പക്ഷേ
എൻ്റെ സംശയം, ഞാനതിൽ ഒന്നുമല്ല, ഞാൻ അറിയാതെയല്ലേ ഇപ്പോൾ ഹിപ്നോട്ടിസത്തിലൂടെ എൻ്റെ ഉള്ളിലേക്ക് കയർക്കുന്നുണ്ടാവുക. എനിക്കതിൽ എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും? ഞാനതിൽ ഈ ഒരു ഹിപ്നോട്ടിസത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ എനിക്ക് തരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാനതിൽ അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമോ? ഓക്കെ, നമ്മൾ ഒരാളെ ഹിപ്നോട്ടിസം ഇപ്പം ചില നമ്മളെ കാണുമ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ കഴിഞ്ഞ കാലിക്കറ്റിൽ ഒരു പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ബ്രേക്ക് ചെയ്തപ്പോൾ ഈ ഹോട്ടലിലെ ടീ ബ്രേക്ക് ആയിരുന്നു. ഹോട്ടലിലെ പയ്യൻ വന്ന് ചായ തരുന്നത് മുഖം ഇങ്ങനെ തിരിച്ചിട്ടാണ്. അപ്പോൾ അവൻ്റെ വിചാരം എൻ്റെ കണ്ണിൽ നോക്കിയാൽ അവൻ അപ്പോഴേ ഹിപ്നോട്ടൈസ്ഡ് ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ മിസ്ബിലീഫ്സ് ഉണ്ട്. നമുക്ക് ഒരാളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ കൺട്രോൾ ചെയ്യാനോ ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യിപ്പിക്കാൻ ഇമ്പോസിബിൾ ആണ്, ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ ബീങ് എ ഹിപ്നോട്ടിസ്റ്റ്, ഇപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ഞാനുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ്, ഓക്കെ നീ റെഡിയാണോ, ഞാൻ റെഡിയാണ്, ഓക്കെ നിനക്കിത് അറിയണോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഈ സാധനം വർക്ക് ചെയ്യുള്ളൂ. അപ്പം മറ്റൊരാൾ വഴി പോകുന്ന ഒരാളെ ചുമ്മാ പിടിച്ച് ചെയ്യാനോ ഒരാളുടെ വില്ലിങ്നെസ് ഇല്ലാതെ ഒരാൾ ഹിപ്നോട്ടൈസ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ആളുടെ വില്ലിങ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കോപ്പറേറ്റ് ചെയ്യണം, നല്ലൊരു റിസീവർ ആയിരിക്കണം. ഇത് ആ വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഏതൊരാളെയും ഹിപ്നോട്ടൈസ് ചെയ്യാമെന്ന് വിചാരിച്ചത് പഠിച്ചതുകൊണ്ട് ആർക്കും അങ്ങനെ സാധിക്കില്ല. അപ്പോൾ ഏതൊരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കത്തില്ല, ഞാൻ വർക്ക് ചെയ്യില്ല. കാരണം എനിക്ക് പല രീതിയിൽ ആൾക്കാരെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് എനിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ കുറേ മിത്സ് ഉണ്ട് നമ്മൾ സിനിമകളിൽ നിന്ന് കണ്ടതും നമ്മൾ പലയിടത്തു നിന്നും വായിച്ചതും പല ആൾക്കാർ പറഞ്ഞു കേട്ടതും. അപ്പം നമുക്കൊരു ബിലീഫ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെയൊന്നുമില്ല, ഇത് നമ്മൾ നല്ല കഷ്ടപ്പെട്ട് മറ്റൊരാളായിട്ടൊരു പിന്നെ എപ്പോഴും തെറാപ്യൂട്ടിക്കുള്ള സെഷൻസിലൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഇത് നീഡഡ് ആണ്. അപ്പോൾ അവർ കോപ്പറേറ്റ് ചെയ്യും. സ്റ്റേജ് ഹിപ്നോസിസിലാണെങ്കിൽ നമുക്ക് ഈ ആൾക്കാരോട്ട് എങ്ങനെ ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ടെക്നിക്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ക്ലാസ്സസിൽ. പിന്നെ നമ്മളും അത് ചെയ്ത് നമ്മളിപ്പം യൂസ്ഡായി, ഹാബിറ്റായി. അപ്പം ആൾക്കാരായിട്ട് നല്ല, പിന്നെ പഠിച്ചുള്ള ഗുണമെന്ന് വെച്ചാൽ ഹിപ്നോട്ടിസം ചെയ്യണ്ട. ഇപ്പം നോർമൽ കോൺവെർസേഷൻ നമ്മൾ സംസാരിക്കുമ്പം പോലും അതൊരു ഹിപ്നോസിസ് ആണ്. ഇപ്പൊ എന്റെ മനസ്സിലൂടെ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ എന്താ പറയാ, ഞാൻ പറയാതെ തന്നെ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാറിന് സാധിക്കും? അങ്ങനെ സാധിക്കൂല. ഇല്ല. നമുക്ക് ഈ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു 50-50 സാധനങ്ങൾ പറയാം. അതൊക്കെ വെറുതെ പറയാമെന്നല്ലാതെ മേ ബി ചക്ക വീണു മുയലെത്തു എന്ന് പറയുന്നല്ലാതെ നമുക്ക് അങ്ങനെ ഒരാളുടെ മനസ്സ് വായിക്കാൻ പറ്റും. നമ്മൾ പറയില്ലേ, വലത്തോട്ട് കണ്ണ് സംസാരിക്കുമ്പോൾ വലത്തോട്ട് കണ്ണ് പോയാൽ കള്ളം പറയാണ്, ഇടത്തോട്ട് അങ്ങനെയൊക്കെ പറയല്ലോ, അതൊക്കെ വെറുതെ ആയിരിക്കുമല്ലോ. പിന്നെ ഈ മനസ്സ് വായിക്കാൻ കുറെ അർത്ഥങ്ങളുണ്ട്. നമ്മൾ ചുമ്മാ ഒരാളുടെ മനസ്സ് അങ്ങനെയൊന്നും വായിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള്, ഒരു ക്ലയന്റ് വന്നു, ആ ക്ലയന്റ് എന്നോട് പറയാണ് എനിക്ക് വെള്ളത്തിനോട് പേടിയുണ്ട്. ഓക്കെ, സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എന്താ അവർ ചെയ്യുക? സൈക്കാട്രിസ്റ്റ് സാധാരണ കൊടുക്കുന്ന ഡ്രഗാണ്, അല്ലെങ്കിൽ ഒരു മെഡിസിനാണ് കൊടുക്കുക. ഓക്കെ, അപ്പം മെഡിസിൻ കൊടുക്കുന്നതുകൊണ്ട് ശരിക്കും ഇതിൻ്റെ റൂട്ട് കോസ് നമ്മൾ എടുത്ത് കളയുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, നീ റെഡിയാണോ, നമുക്കൊരു സെഷൻ ചെയ്ത് നോക്കിയാലോ, പിന്നെ നമ്മളെ കടത്തുന്നു. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് നമുക്കൊരു ആക്സസ് ഇല്ല. നമ്മൾ ജനിച്ചപ്പം തൊട്ടുള്ള ഓരോ ദിവസത്തെ ഇൻഫർമേഷൻ ഒരു ഫയൽ പോലെ നമ്മുടെ ബ്രെയിൻ്റെ അകത്തുണ്ട്, നമ്മുടെ സബ് കോൺഷ്യസിലുണ്ട്. എല്ലാവരുടെ മനസ്സിലുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പം പെട്ടെന്ന് ഒരു 2ാം ക്ലാസ്സിലെ ടീച്ചറിന്റെ പേര് ഓർക്കാൻ പറ്റില്ല, നമുക്ക് ഓർക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ കിടത്തിയിട്ട് റിലാക്സ്ഡ് ആയി കഴിയുമ്പോൾ കോൺഷ്യസ് മൈൻഡ് കട്ടായി നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഒരു ആക്സസ് കിട്ടുമ്പോൾ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും കിട്ടും. അപ്പോൾ ഇവൻ്റെ ഈ പേടി മാറണമെങ്കിൽ, ഈ ഫോബിയ മാറണമെങ്കിൽ ഇതിൻ്റെ റൂട്ട് കോസ് എവിടെയാണ്, ഇത് ആദ്യം എന്നാണ് ഈ പേടി കിട്ടിയെന്നുള്ളത് നമ്മൾ ചോദിച്ച് അവൻ വില്ലിങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അങ്ങനെ നമുക്ക് അതിന് മൈൻഡ് റീഡിംഗ് എന്ന് പറയാമെന്ന് പോലും എനിക്കറിയില്ല. അയാൾ തന്നെ എനിക്ക് ഇൻഫർമേഷൻ തരുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത് ഓക്കെ, ഇവിടെയാണോ ഇത് തുടങ്ങിയത്, അതിനെ നീ അങ്ങ് എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ സബ് കോൺഷ്യസിന് ശരി ഏതാ തെറ്റാതെന്ന് അറിയില്ല. ഡസൻ നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് റിയൽ, വാട്ട് ഈസ് നോട്ട് റിയൽ. അപ്പം നമ്മൾ പറയുന്ന സജഷൻസ് അതേമാതിരി അവർ കേട്ട് കഴിയുമ്പോൾ അവർ ഈ ആവശ്യമില്ലാത്ത സജഷൻസ് എടുത്ത് കളയുന്നു, അവിടെ ഹീലിംഗ് സംഭവിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും, എൻ്റെ ഒരു വൈഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതിൽ എത്രമാത്രം ലോജിക് ഉണ്ടെന്ന് എനിക്കറിയില്ല, എവിടെയെങ്കിലും സ്റ്റക്ക് ആവുമോ? അതായത് തിരിച്ച് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്താത്ത സംഭവങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ലോകത്തിൽ ഇതുവരെ എൻ്റെ അറിവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളൊരു ആളോട് ഹിപ്നോട്ടിസം ചെയ്യുന്നതിന് മുമ്പ് അവരോട് നമ്മൾ ഇതിൻ്റെ മിത്സ് പറയും. അപ്പോൾ ഇങ്ങനത്തെ കുറേ മിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പലരും ചോദിക്കും, ഇപ്പം ഞാനൊരാളെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ അയാൾ ട്രാൻസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്കാണ് പോകുക. ട്രാൻസ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കിടക്കുന്നതാണ്, കണ്ടുകൊണ്ടായിരിക്കുമല്ലോ സ്റ്റേജിൽ കിടക്കുക. അപ്പം ഇവർ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഔട്ട് ആയോ ബോധം കിട്ട് കിടക്കുമല്ല, ഇവർക്ക് നല്ല അവെയർ ആയിട്ട് അവർ കിടക്കുന്നത്. പക്ഷെ ഇവർ ഭയങ്കര റിലാക്സ്ഡ് ആണ്. ഓക്കെ, ഇവർ എൻ്റെ ശബ്ദം മാത്രമായിരിക്കും ഇവർ കേൾക്കുന്നത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ. അപ്പം ഇവരെങ്ങനെ ബോധം കെട്ട് കിടക്കുന്നുള്ളൂ, പക്ഷെ ഇവർ ബോധം കെട്ട് കിടക്കുമല്ല, ഇവർക്ക് എൻ്റെ എല്ലാം കേൾക്കാം. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പേടി ആദ്യം ചോദിക്കുന്നത്, ഞാൻ ഹിപ്നോട്ടൈസ്ഡ് എങ്ങനെ കിടന്നാൽ താങ്കൾക്ക് എന്തെങ്കിലും പറ്റി, ഞാൻ തട്ടിപ്പോയി, അപ്പോൾ
അപ്പോൾ ഈ ഇരിക്കുന്നവൻ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. എൻ്റെ ശബ്ദവും സന്ദേശങ്ങളും അല്ലെങ്കിൽ സജഷൻസും കിട്ടാതെ വരുമ്പോഴത്തേക്കും ഇവൻ ഓട്ടോമാറ്റിക്കലി കണ്ണൂർന്ന് വരും, എന്നെ സെർച്ച് ചെയ്യും. അത്രേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ ഹിപ്നോസിസ് ഭയങ്കര സേഫാണ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. കാരണം അതിൻ്റെ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹിപ്നോട്ടിസ്റ്റ് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നൊന്നുമല്ല. പക്ഷെ നമുക്കറിയാം ഇയാളെ എങ്ങനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് നമുക്കറിയാം. അത്രേ ഉള്ളൂ. ഈ ഹിപ്നോട്ടിസം ചെയ്യുന്നതിന്റെ ഡ്യൂറേഷൻ അങ്ങനെ ഉണ്ടോ? ഒരു ഇത്ര നേരം വരെ ആയിരിക്കും? നമുക്ക് 2 തരത്തിൽ ഹിപ്നോസിസ് ചെയ്യാം. ഒന്ന് ഒരു പ്രോഗ്രസീവ് മെത്തേഡ്സ് ആണ്, സ്ലോ മെത്തേഡ്സ് ആണ്. അത് ചിലപ്പോൾ 45 മിനിറ്റ്സ് 1 hour എടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു 10 to 20 seconds റാപ്പിഡ് ആയിട്ടുള്ള ഹിപ്നോസിസ് ചെയ്യാം. അത് എവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തെറാപ്പിക്കൊക്കെ വരുന്ന ആൾക്കാർ കൂടുതൽ നമ്മൾ സ്ലോ മെത്തേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യാം. പക്ഷെ ഒരു സ്ട്രീറ്റിലോ സ്റ്റേജിലോ കയറിയിട്ട് ഞാൻ 1 മണിക്കൂർ എടുത്ത് ഒരു ഷോ ചെയ്യും, ഒരാൾ ട്രാൻസിലേക്ക് ഇടാൻ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് ഇടാൻ വേണ്ടി ഞാൻ 1 മണിക്കൂർ എടുത്താൽ ആൾക്കാർ ബോറടിക്കും. അപ്പോൾ അവിടെ നമുക്ക് സ്പീഡ് ടെക്നിക്സ് ഉണ്ട്. അപ്പം സ്ട്രീറ്റിലേക്ക് പോയി നമ്മൾ ആൾക്കാർ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ പോയിട്ട് ഹായ് ഹൗ ആർ യു, ഞാനൊരു സാധനം കാണിക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വിത്തിൻ 10 to 20 seconds നമുക്ക് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. ഇത് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ സാറ് ഇൻട്രസ്റ്റോട് കൂടി ഈ ഒരു മേഖലയ്ക്ക് വന്നതാണല്ലോ. അതുപോലെ സാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പലരും കാണിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് പഠിക്കാനായിട്ട് എങ്ങനെയാണ്? പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കുള്ള യൂണിവേഴ്സിറ്റി അതുപോലെ അതിന്റെ കോഴ്സുകൾ? ഞാൻ ഹിപ്നോസിസ് പഠിക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ഗുരു ഇല്ലായിരുന്നു. അപ്പം ഞാൻ ആദ്യം ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്ത മൊത്തം ബുക്സ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ UK എന്നൊരു അക്കാഡമിയിൽ നിന്നും ഹിപ്നോസിസ് പഠിച്ചു. പക്ഷെ മോർ ഓഫ് പ്രാക്ടിക്കൽ നോളജാണ് എനിക്കുള്ളത്. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ ആൾക്കാരില്ല. ഇപ്പം ഞാൻ പഠിച്ചിട്ട് ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചു, നിന്നെ ഒന്നും ചെയ്ത് ആരും നിന്ന് തരത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഇതിന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അങ്ങനെ കോഴ്സുകളില്ല. കോഴ്സുകൾ പഠിക്കുന്ന പ്രൈവറ്റ് കോഴ്സുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ പ്രൈവറ്റ് കോഴ്സ് എവിടെയാണെങ്കിലും പണി പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ഹിപ്നോതെറാപ്പിസ്റ്റിലൊക്കെ പ്രോപ്പർലി സർട്ടിഫൈഡ് ഫ്രം US അത് ഇത്. പക്ഷെ ഇവർക്ക് ഹിപ്നോസിസ് എന്താന്ന് പോലും അറിയില്ല. സർട്ടിഫിക്കറ്റ് മാത്രം ഫ്രെയിം ചെയ്ത് വെക്കും. നമുക്കിത് എന്താണ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രാക്ടിക്കൽ നോളജ് വേണം. അപ്പോൾ ഇപ്പം ഞാൻ പഠിപ്പിച്ച ഒരുപാട് പേര് ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് എല്ലാവരും നന്നായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് പൊതുവെ സെർച്ച് ചെയ്യുമ്പോൾ കാണാം. പിന്നെ ഫീഡ്ബാക്ക് നോക്കുക, പിന്നെ ഒരാൾ പഠിപ്പിച്ചതിൽ എത്ര പേര് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോവുക, പഠിക്കുക. എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം കാരണം ഇന്ത്യയിൽ ഹിപ്നോസിന് ലീഗൽ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു RCA അപ്രൂവ്ഡ് തെറാപ്പിസ്റ്റെങ്കിലും ആയിരിക്കണം, MA സൈക്കോളജി കഴിഞ്ഞ്. ഓക്കെ. അപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ ഇത് പഠിക്കാനായിട്ടുള്ളൊരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആർക്കും ചെയ്യാം. കുഞ്ഞു പിള്ളേരും പഠിക്കുന്നത് 12 വയസ്സ് 15 വയസ്സ് മേലുള്ള ആൾക്കാരൊന്നും പഠിക്കുന്നുണ്ട്. കാരണം എന്റർടൈൻമെന്റിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാമല്ലോ. പക്ഷെ എന്റർടൈൻമെന്റ് ചെയ്യുമ്പോൾ അവിടെ ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ വഴി പോകുന്നവരെ പെട്ടെന്ന് പുലി വരുന്നു, അല്ലെങ്കിൽ മരിച്ചുപോയവരെ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മരിച്ചവരെ കാണിച്ചിട്ടുണ്ട്. അത് ഹലൂസിനേഷൻ എന്ന് പറയും. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ മരിച്ച പോലെ ആയ പോലെ തോന്നുക, മരിച്ചുപോയ ആൾ തിരിച്ചു വരുമല്ല. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് മരിച്ചുപോയ ആളെ പോലെ അല്ല നമ്മൾ. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ കുറേ സജഷൻസ് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ചിലർ BP കുറഞ്ഞ് വീഴുന്ന കാണാം. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ കുറേ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്, കുറേ ടെക്നിക്സ് ഉണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ലെന്നുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടേ ചെയ്യാവും. കുറേ പേര് ഇത് വെറുതെ പഠിപ്പിച്ചിട്ട് ഇതാണോ എല്ലാവരും പോയി മരിച്ചവരെ കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ വഴിക്കൂടെ പോകുന്ന ഒരാളുടെ ടൈഗറിനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അയാൾ ഓടുന്നു, അയാൾ വീഴുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിലേക്ക് ഹിപ്നോസിസ് പോകുന്നുണ്ട്. അപ്പോൾ അത് പോകാതിരിക്കാൻ നിങ്ങൾ നല്ല സ്ഥലങ്ങളിൽ പോയി പഠിച്ചാൽ അവർ അതനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് തരും, ഉറപ്പായിട്ട് തരും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകൾ, ഇപ്പം എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ അത് കുറച്ച് കൂടുതലായിരിക്കും. എല്ലാവരും പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. പല പല വിഷമങ്ങൾ, പല പല ട്രോമാസ് ഒക്കെ ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് സൈക്കോളജിസ്റ്റിനെ കാണുന്നുണ്ട്, സൈക്കാട്രിസ്റ്റിനെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് അവിടേക്കൊന്നും പോവാതെ തന്നെ ചിലപ്പോൾ ഒരു ഹിപ്നോട്ടിസത്തിലൂടെ അതിനെ ഒന്ന് ഇല്ലാതാക്കാനൊക്കെ സാധിക്കും അല്ലേ? ബേസിക്കലി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ചില സംഭവങ്ങൾക്ക് നമുക്ക് ഡ്രഗ്സ് തന്നെ വേണം. ചില കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ട് ഡ്രഗ്സ് തന്നെ വേണം. സെക്കൻഡ് നമ്മുടെ ഓപ്ഷൻ സൈക്കോളജിസ്റ്റ് ആണ്. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ കൂടുതൽ ടോക്ക് തെറാപ്പിയാണ് ചെയ്യുക, അല്ലെങ്കിൽ സംസാരിക്കുക, കൗൺസിൽ ചെയ്യുക. നമ്മൾ സംസാരിക്കുമ്പോൾ കൗൺസിലിംഗ് കൂടുതലും നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ കോൺഷ്യസ് ബ്രെയിനോടാണ്. അപ്പം ഒരാൾ പെട്ടെന്ന് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്വൈസ് ചെയ്യാം, സ്മോക്കിംഗ് ചെയ്ത പ്രശ്നമില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരോഗ്യമല്ല, അപ്പോൾ നിങ്ങളുടെ കാശ് നഷ്ടപ്പെടുന്നില്ലേ. പക്ഷേ ഇയാൾ പുറത്തിറങ്ങി കഴിയുമ്പം നേരെ ഈ സാധനം റിവേഴ്സ് അടിക്കും. ഹിപ്നോസിസിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഇവർ ട്രാൻസ്ലേക്ക് അവസ്ഥയിലിടുമ്പം ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ് ഓപ്പൺ ആവും. അപ്പം നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഇവർ കേട്ട് ഇവിടെ നാളെ നമ്മൾ റെസിസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും, ഉദാഹരണം ചെറുപ്പത്തിൽ നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ, ചെറുപ്പത്തിൽ നമ്മൾ ഫയറിനെ ടച്ച് ചെയ്തു. അപ്പോൾ എന്താ മനസ്സിലായത്? ഫയർ ഡേഞ്ചർ ആണ്, ചൂടാണ്. ഇത് നേരെ പോകുന്ന സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ ഇൻഫർമേഷൻ. ഇപ്പം ഞാൻ ലൈറ്റർ എത്തിച്ചാൽ നമ്മൾ തന്നെ കൈയെടുക്കും. ഇത്രയുള്ള സംഭവം.
അപ്പോൾ സബ് കോൺഷ്യസിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുത്താൽ അത് ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങാൻ നേരത്തും എഴുന്നേൽക്കുമ്പോഴൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെറിയ ഹിപ്നോട്ടിക് ട്രാൻസിലാണ്, ഒരു ആൽഫ സ്റ്റേറ്റിലാണ്. അതുകൊണ്ടാണ് രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത്. കാരണം ആ മെസ്സേജ് ഓട്ടോ സജഷൻസ് പോകുന്ന നമ്മുടെ സബ് കോൺഷ്യസിലേക്കാണ്. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടല്ലേ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ 5 മണിക്ക് അലാറം വെച്ചു, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ 5 മണിക്ക് എഴുന്നേൽപ്പിച്ചേക്കണേ. പക്ഷെ രാവിലെ നമ്മൾ ഓട്ടോമാറ്റിക്കലി 4:55 എഴുന്നേറ്റിട്ട് അപ്പോൾ നമുക്കൊരു സബ് കോൺഷ്യസ് ക്ലോക്ക് ഉണ്ട്. ഭയങ്കര സിസ്റ്റമാണിത്. ഇതിനെക്കുറിച്ച് പഠിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തെങ്കിലും ജോലി റിസൈൻ ചെയ്യുന്ന ചോദിച്ചാൽ ഇത് എത്ര പഠിച്ചാലും തീരുമില്ല. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റാണ്. ഇതിനെക്കുറിച്ച് മൈൻഡ് ഇങ്ങനെ ഇത്രയും പവർഫുൾ ആണല്ലോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും കാരണം വെച്ചാൽ നമുക്ക് ബേസിക് കാര്യങ്ങൾ അവിടെ ഓക്കെ അല്ല, നമ്മുടെ മൈൻഡിന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, ചെറുപ്പത്തിലുള്ള കാര്യങ്ങളൊന്നും ഓക്കെ അല്ലെങ്കിലും നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഹിപ്നോട്ടിസത്തിലൂടെ സാധിക്കും. ഉറപ്പായിട്ടും നമുക്ക് ഇതിന് പറയുന്നത് റീപ്രോഗ്രാമിംഗ് ഓഫ് യുവർ മൈൻഡ് എന്നാണ്. ഹിപ്നോസിസ് എന്ന വാക്ക് ഭയങ്കര ഒരു നെഗടിക്കുന്ന വാക്കാണ്. കാരണം സിനിമയിലും അവിടെയും ഇവിടെയും അല്ല, എല്ലാവരും കഴിഞ്ഞ ദിവസം ഞാൻ മാംഗ്ലൂർ പ്രോഗ്രാം ചെയ്തു. അവർക്കൊരു ഓൾമോസ്റ്റ് 200+ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പം കുറച്ച് പേര് കുറഞ്ഞു. എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഹിപ്നോസിസ് എന്ന് കേട്ടപ്പോൾ അവർക്ക് പേടിയായിരുന്നു. അപ്പോൾ ആ പേടി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അന്ധമായിട്ടുള്ള ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഫിയറാണ്. അപ്പോൾ ഹിപ്നോസിസ് എന്ന വേർഡ് പേടിയാണ്, പക്ഷേ ഇതൊരു വണ്ടർഫുൾ ടൂളാണ്. ഒരാളുടെ നമുക്കൊരു നിങ്ങളുടെ ഫോൺ ഇപ്പം വൈറസ് കയറി അല്ലെങ്കിൽ ലാപ്പിൽ വൈറസ്, നമ്മൾ ആൻറ്റി വൈറസ് ഇടും, അതിനൊന്ന് ഇത് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ റീബൂട്ട് ചെയ്യും, റീവയർ ചെയ്യും. ഇതുപോലെ റീവയർ ചെയ്യാൻ മനുഷ്യൻ്റെ ബ്രെയിനെ പറ്റിയ ഒരേ ഒരു സംഭവം ഹിപ്നോസിസ് ആണ്. ഇതിൽ ചുമ്മാ ഗൂഗിൾ എടുത്തിട്ട് നമ്മൾ ഒരുപാട് തെറാപ്പീസ് ഉണ്ട്. ഇപ്പോൾ CBT, DBT, EMDR, ടോക്ക് തെറാപ്പി, ഇങ്ങനെ ഒരുപാട് സൈക്കോളജിയിൽ തെറാപ്പീസ് ഉണ്ട് ഇല്ലേ. അപ്പോൾ നിങ്ങൾ ചുമ്മാ നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് ചുമ്മാ സെർച്ച് ചെയ്ത് ഇതിൻ്റെയൊക്കെ സക്സസ് റേറ്റ് എത്രയെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കിടക്കുന്ന ഒരു 40, 50, 60%. അതും സെഷൻസിൻ്റെ എണ്ണം 22 സെഷൻ, 30 സെഷൻ. ഹിപ്നോതെറാപ്പി ചിലപ്പോൾ 5 സെഷൻ 4 സെഷനേ കാണുള്ളൂ. സക്സസ് റേറ്റ് 93-94% ആണ്. അപ്പം അത്രയും സക്സസ് ചെയ്യാൻ ആരും ചെയ്യാത്തെന്ന് വെച്ചാൽ ആർക്കും ചെയ്യാൻ അറിയില്ല, അല്ല അവർ പഠിച്ചേക്കുന്നത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ആയിരിക്കില്ല. അപ്പം അങ്ങനത്തെ സാധനം ഞാൻ പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് മാത്രം പഠിച്ചാൽ പോരാ. എല്ലാവരും നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പം ചില ആൾക്കാരുണ്ട്, അവർക്കിപ്പോൾ അവർ താങ്ക്സ് പറയാൻ വേണ്ടി വിളിക്കും. അപ്പോൾ നമ്മളിത് പഠിച്ചതിന് ശേഷം അവർക്കിപ്പം ടെൻഷൻ വന്നാൽ അവരെ പോയി എവിടെയെങ്കിലും ഇരിക്കും, സെൽഫ് ഹിപ്നോസിസ് ഉണ്ട്. അപ്പോൾ സെൽഫ് ഹിപ്നോസിസ് ചെയ്യും, എന്നിട്ട് അവരെ നിർദ്ദേശം കൊടുക്കും, അത് പൊക്കോട്ടെ, അത് വിട്ടത് ഓക്കെ, എഴുന്നേറ്റ് ഇവർക്ക് ആ സാധനമില്ല. അങ്ങനെ മാജിക്കലായിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്ത് അയാളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അവരുടെ മൈൻഡിലുള്ള ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് എടുത്ത് മായ്ച്ചു കളഞ്ഞു, പിന്നീട് അയാളെ ഹിപ്നോട്ടൈസ് ചെയ്ത ആ പോർഷൻ അവിടെ ഉണ്ടാവില്ലേ? മീൻസ് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു കാര്യം തന്നെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അവിടെ ഒരു ക്ലാരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരാളുടെ സംഭവം ഒന്നും എടുത്തു കളയുന്നില്ല. ഇപ്പോൾ ഒരാളുടെ ഒരു വ്യക്തി 10 കൊല്ലം മുമ്പ് മരിച്ചു, പക്ഷെ അയാൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമോഷൻ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ട്രാൻസ് അല്ലെങ്കിൽ റിലാക്സ് സ്റ്റേറ്റിലായിട്ട് നമ്മൾ പറയുന്നത് ആ സിറ്റുവേഷനും അതെല്ലാം മറന്നേക്ക് എന്നല്ല പറയുന്നത്. നമ്മൾ അതൊരു അൺവാണ്ടഡ് ഇമോഷൻ അല്ലേ, അത് വേണ്ട. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് പറയും, മരിച്ചു പോയ ആൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവർക്ക് മെമ്മറി നഷ്ടപ്പെടുന്നില്ല, പക്ഷേ ഇമോഷൻ പോയി. അപ്പോൾ എഴുന്നേറ്റ് നമ്മൾ ഇപ്പോൾ വിഷമമുണ്ടോ? ഇല്ല, ഓർമ്മയുണ്ടോ? പക്ഷേ അങ്ങനെ വിഷമിക്കാൻ തോന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഒന്ന് കാം ചെയ്യുക, ഒന്ന് ഹീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കറക്റ്റ് വേർഡ് അല്ലേ? മൈൻഡിനെ ഒന്ന് ഹീൽ ചെയ്യാനായിട്ട്. അതെ, എൻ്റെ ഒറ്റ കാര്യമുള്ളൂ, ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ഇതിനെപ്പറ്റി ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് കാര്യമില്ല, ആള് റിസപ്റ്റീവ് ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മൾ എന്ത് കാര്യം ലൈഫിൽ വേണമെങ്കിൽ നമ്മളൊരു മൈൻഡ് തുറന്നു കൊടുത്താലല്ലേ, നമ്മളൊന്ന് ഒരു വാതിൽ തുറന്നാലല്ലേ വരുള്ളൂ. തീർച്ചയായും റിസപ്റ്റീവ് ആയിട്ടൊരു ആൾക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും നമ്മൾ പറയുമ്പോൾ അത്രയും യൂസ്ഫുൾ ആണ്. അതായത് ഒരു മെഡിസിനിലേക്ക് പോവാതെ അല്ലെങ്കിൽ മറ്റ് അൺവാണ്ടഡ് ആയിട്ടുള്ള മെത്തേഡിലേക്ക് പോവാതെ ഹിപ്നോട്ടിസത്തിലൂടെ നമ്മുടെ മൈൻഡിനെ അത്രയും ഹീൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ലൈഫിലൊരു ഇഷ്യൂ തന്നെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു ഹിപ്നോട്ടിസത്തിലൂടെ സാധിക്കും. പക്ഷേ അത് ആളുകൾ അത്രയും മാത്രം അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമുള്ള അത്രയും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കറക്റ്റായിട്ട് ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു മേഖലയെ കുറിച്ച് ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഇപ്പോഴും ആളുകളിലേക്ക് കറക്റ്റായിട്ട് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? എത്തിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നന്നായിട്ട് എത്തുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് മെന്റലിസം ഷോസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ എവിടെയും ഹിപ്നോട്ടിസ്റ്റുകളെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഹിപ്നോസിസിനെ കുറിച്ചൊരു ഐഡിയ ഒക്കെ ആൾക്കാർക്കുണ്ട്. ഇപ്പം തന്നെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഹിപ്നോട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര പോസിറ്റീവ് സൈനായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ വ്യക്തിയും ഒരു ഹിപ്നോട്ടിസ്റ്റ് ആണ് അല്ലേ? എല്ലാ വ്യക്തിയും ഒരു ഹിപ്നോട്ടിസ്റ്റ് ആണ്. ഒന്നെങ്കിൽ പുള്ളി ആരെങ്കിലും സ്വാധീനിക്കുന്നുണ്ട്, അല്ലെ പുള്ളി ആരെങ്കിലും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഹിപ്നോട്ടിസ്റ്റുകളാണ്. കേരളം മൊത്തം അല്ലെ ഈ ലോകം മുഴുവൻ ഹിപ്നോട്ടിസ്റ്റുകളാണ്. പക്ഷേ ഇതിനെ ഒരു പ്രോപ്പർ പ്രൊഫഷണൽ വേയിലോ, അല്ലെങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലോ, അല്ലെങ്കിൽ ഒരാളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന രീതിയിലോ, ഒരാളുടെ ബിസിനസ് കൂട്ടുന്ന രീതിയിലോ
യൂസ് ചെയ്യുമ്പോഴാണ് ഇത് കുറച്ചുകൂടെ പ്രൊഫഷണൽ മോഡിലേക്ക് പോകുന്നത്. അങ്ങനത്തെ ആൾക്കാർ വളർന്നു വരുന്നുണ്ട്. നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഹിപ്നോട്ടിസം ശരിക്കും ഒരു എല്ലാവരും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും മെൻ്റലി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഭയങ്കരമാണ്. നമ്മൾ ഇപ്പോൾ ചിരിച്ച് കളിച്ചിരിക്കുന്ന ആൾക്ക് അടുത്ത നിമിഷം ചിലപ്പോൾ ആരോടും മിണ്ടാൻ തോന്നില്ല, ഭയങ്കര ദേഷ്യമായിരിക്കും, ദേഷ്യം വരുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കയ്യും കണക്കും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലൂടെയാണ് മിക്ക ആളുകളും കടന്നു പോകുന്നത്. ജനറേഷൻ മാറി വരും തോറും അതിൻ്റെ ഒരു ഇത് കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സാറിന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു മാറ്റം? തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു ഹിപ്നോട്ടിസം സെൽഫായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഹീൽ ചെയ്യാനായിട്ട് അറിഞ്ഞിരുന്നാൽ നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് പഠിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ ചെയ്യാനല്ല, നമുക്ക് തന്നെ നമ്മളെ സെൽഫ് ഹീലിങ്ങിനായിട്ട് പഠിക്കണം എന്ന് എനിക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ സാറിൻ്റെ അടുത്ത് എനിക്കിത് പഠിക്കണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ കോഴ്സിൻ്റെ കാലയളവ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും? ഞാൻ കോഴ്സുകൾ ഇപ്പം ഞാൻ നേരത്തെ ശരി എല്ലാ മാസവും ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ കോഴ്സിൻ്റെ എണ്ണം കുറച്ചുകൂടെ ഒരു നല്ല ക്വാളിറ്റി ആൾക്കാരൊന്ന് പഠിക്കാൻ വേണ്ടി. ഹിപ്നോസിസ് നമ്മൾ എല്ലാവരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും നമ്മൾ പഠിപ്പിക്കുന്നുമില്ല. പക്ഷേ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ആൾക്കാർ ഫീൽഡിലേക്ക് വരുന്നതും. അപ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഒരു 3 months ഒക്കെ കൂടുമ്പോൾ ഞാൻ വർക്ക്ഷോപ്സ് വെക്കാറുണ്ട്. എൻ്റെ ബേസിക്കലി എൻ്റെ ഹബ്ബ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കേരളത്തിലാണ് കൂടുതൽ ചെയ്തത്, പക്ഷേ ബാംഗ്ലൂരായിട്ടാണ് എൻ്റെ ഹബ്ബ്. ഒരു കമ്പനിയായിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ കോർപ്പറേറ്റ്സിനാണ് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഐഡിയും ലിങ്കും ഒക്കെ തന്നാൽ കോൺടാക്ട് നമ്പർ എന്താണ്. നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ ചെയ്യുന്നത് ഈ വരുന്ന 22nd 23rd ഓഫ് നവംബറിലാണ്. അപ്പോൾ അതിൽ വരുന്ന സമയത്ത് ഈ തൃശ്ശൂർ നമ്മൾ മൈൻഡ് 369 എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹിപ്നോട്ടിസം ആണോ നമ്മളവിടെ പഠിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഹിപ്നോട്ടിസം അല്ല നമ്മൾ പഠിക്കുന്നത്. ഹിപ്നോട്ടിസം പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കൂടുതൽ മൈൻഡിനെ പറ്റിയാണ് പഠിക്കുക. എങ്ങനെ മൈൻഡ് ഫങ്ഷൻ ചെയ്യുന്നു, എങ്ങനെ ഇത് ചെയ്യുന്നു. ഇപ്പോൾ ടി വി നമ്മൾ കാണുന്നിടത്ത് ടി വി നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷേ ഈ ടി വിക്ക് പെട്ടെന്നൊരു ട്രബിൾ ഷൂട്ട് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ മെക്കാനിക്കിനെ വിളിക്കും. ഇത് നമ്മൾ ഫുൾ A to Z പഠിപ്പിച്ചു കൊടുക്കുന്നു. നമ്മൾ പഠിപ്പിക്കുന്ന മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ, മെയിൻ അല്ല, A to Z പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ വെർബൽ, നോൺ വെർബൽ, തെറാപ്യൂട്ടിക്, സ്ട്രീറ്റ് ഹിപ്നോസിസ്, സെൽഫ് ഹിപ്നോസിസ്, അങ്ങനത്തെ ഒരു എല്ലാ പോയിന്റ്സ് തന്നെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ 2 ദിവസം കൊണ്ട് ഹിപ്നോട്ടിസം പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ 5 കൊല്ലമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നു. ഇപ്പം പഠിപ്പിക്കുന്നവരും ഇപ്പം വന്ന് പഠിച്ചവരും എല്ലാം ഗംഭീരമായിട്ട് പഠിക്കുന്നുണ്ട്, ചെയ്യുന്നുമുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ആണ് നമ്മൾ ഇവരോട് പറഞ്ഞത്. നമുക്ക് ഇതൊരു ബിലീഫ് സിസ്റ്റമാണ്. ചിലർക്ക് ഒരു സംഭവം 6 മാസം പഠിച്ചാലേ നമുക്ക് പഠിക്കാൻ പറ്റൂ, ഇത് മനസ്സിലങ്ങ് വെച്ചേക്കുവാണ്. അപ്പോൾ അവനെ നമ്മൾ ചിലപ്പോൾ എനിക്ക് 5 മിനിറ്റ് കൊണ്ട് പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ നമ്മുടെ മനസ്സ് അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ 2 days ഞങ്ങൾ ശരിക്കും മൺഡേ ആയിരുന്നു കൊച്ചിയിലൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ചുകൂടെ ഇവർക്ക് പ്രാക്ടീസ് കൊടുക്കാനും ഇവർക്ക് കുറച്ചുകൂടെ ഒരു മിങ്കിൾ ചെയ്ത് കുറച്ചുകൂടെ ഡീപ്പ് നോളജ് കൊടുക്കാനും നമ്മൾ 2 days ആക്കിയത് തന്നെ. അപ്പോൾ ഈ സ്ട്രീറ്റ് ഹൈപ്പോസിസ്, അതുപോലെ ഹിപ്നോസിസ്, സ്ട്രീറ്റ് ഹിപ്നോസിസ്, സ്റ്റേജ് ഹിപ്നോസിസ്, അതുപോലെ തെറാപ്യൂട്ടിക് ഹിപ്നോസിസ്, വെർബൽ ഹിപ്നോസിസ്, പിന്നെ സെൽഫ് ഹിപ്നോസിസ്, ഈ ഒരു 5 തീമിലാണ് നമ്മൾ 2 day വർക്ക്ഷോപ്പ് തൃശ്ശൂർ കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ? അത് പിന്നെ ഇത് തിയററ്റിക്കൽ വർക്ക്ഷോപ്പല്ല, നിങ്ങൾ വന്നിരുന്ന് തിയറി ഉണ്ട്, തിയറി പഠിക്കണം. പക്ഷെ അതിൻ്റെ കൂടുതൽ ഒരു ഹിപ്നോട്ടിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഈ സർട്ടിഫിക്കറ്റ് കിട്ടി ഫ്രെയിം ചെയ്ത് വെച്ചാൽ ഹിപ്നോട്ടിസ്റ്റ് ആവില്ല. നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റണ്ടേ? ഞാൻ പറഞ്ഞത് ഹിപ്നോ തെറാപ്പിസ്റ്റ് ആണെന്ന് ഇത് വെച്ചിട്ട് കാര്യമില്ല. ലണ്ടനോ UK അമേരിക്കയോ എവിടെ നിന്നിടത്തും കാര്യമില്ല. നമുക്ക് സാധനം ചെയ്യാൻ പഠിക്കണം. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ നോളജ് പിന്നെ വരുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പഠിച്ചിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആളെ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടില്ല. വർക്ക്ഷോപ്പിൽ വരുമ്പോൾ നമ്മളോട് ഇപ്പം 20 പേരുണ്ടെങ്കിൽ 19 പേരോട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് എത്ര പേരെ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം ഈ സ്കില്ല് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് അറിയാം പ്രാക്ടിക്കൽ നോളജ് കൂടെ കിട്ടുക. പ്രാക്ടിക്കൽ നോളജ്. പിന്നെ ഇതോടെയാണ് ഒരുപാട് സ്ട്രീംസ് ഉണ്ട്. ഞാൻ ഹിപ്നോസിസ് ചെയ്യുമ്പോൾ ഞാൻ കേരളത്തിൽ മാത്രമല്ല, ഞാൻ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, ഇങ്ങനെ നോർത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രോഗ്രാമിൽ ചെല്ലുമ്പോൾ നമ്മൾ മാത്രമല്ലോ ഈ ഫീൽഡിൽ പുലികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഹിപ്നോസിസ് മാത്രമല്ല, ചിലപ്പോൾ മർമ്മമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സൈക്കോളജി ഫീൽഡിലുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ മൈൻഡായിട്ട് റിലേറ്റഡ് ഒരുപാട് റേക്കി ആയിരിക്കാം, പ്രാണിക് ഹീലിംഗ് ആയിരിക്കാം. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ എൻ്റെ ഒരു ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ വർക്ക്ഷോപ്സിലുണ്ട്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ, കാരണം 10-20 പേര് 20 ഫീൽഡാണ്. അപ്പോൾ ഇവരുടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ പിന്നെ അതൊരു കമ്മ്യൂണിറ്റിയായി മാറുക. അങ്ങനെ കുറേ പോസിറ്റീവ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് തൃശ്ശൂർക്കാർക്ക് നവംബർ 22-23 ദിവസങ്ങളിൽ ഹോട്ടൽ വൈറ്റ് പാലസിലാണ് മൈൻഡ് 369 അല്ലേ വർക്ക്ഷോപ്പ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ വിഷമം മാറ്റണോ, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് എനിക്ക് മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് സാറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു, എനിക്ക് ഇത്രയും കേൾക്കുമ്പോൾ തോന്നുന്നു നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെ ഇടയ്ക്കൊക്കെ കാണണം എന്നുള്ള ചിന്തകൾ നമ്മുടെ മൈൻഡിൽ വരും. കാരണം നമ്മളുടെ ലൈഫ്, ഞാൻ പറഞ്ഞതുപോലെ കുറേ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ മെൻ്റലി ഭയങ്കര വീക്കാവും. അപ്പം നമുക്ക് ആകെ നമ്മൾ ഓഫ് ആവും. അപ്പം അതിന്ന് എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള ഐഡിയ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പം നമ്മൾ സാധാരണക്കാർ പെട്ടെന്ന് ചിന്തിക്കുക ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം എന്നുള്ളതായിരിക്കും. പക്ഷെ എനിക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ തോന്നുന്നു അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ ആണ് ഹിപ്നോട്ടിസം. ഹിപ്നോതെറാപ്പി എപ്പോഴും നല്ലതാണ്, പക്ഷെ നമ്മൾ ഒന്നിനും പകരമല്ല. സൈക്കാട്രിക്ക് പകരമല്ല ഹിപ്നോസിസ്, ഹിപ്നോതെറാപ്പിക്ക് പകരമല്ല സൈക്കോളജി. ഇപ്പം എനിക്കിപ്പോൾ സൈക്കോളജിൻ്റെ അടുത്താൽ പോകാൻ തോന്നുന്നെങ്കിൽ ഞാൻ സൈക്കോളജിൻ്റെ അടുത്ത് തന്നെ പോകണം. കാരണം എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ബിലീഫിൽ എന്താണ് എനിക്ക് നല്ലത്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഈസിയസ്റ്റ് വേ ഉണ്ട്, നമുക്കൊരാളെ ഹീൽ ചെയ്യാൻ പറ്റിയ ഒരു ഈസിയസ്റ്റ് വേ ഉണ്ട്. പിന്നെ സബ്-കോൺഷ്യസിൽ നമ്മൾ ഹീൽ ചെയ്യാതെ നമുക്കൊരാളെ ഹീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഒരു വേസ്റ്റ് ബക്കറ്റിനകത്ത് നിന്ന് വേസ്റ്റ് ഫുള്ളി ക്ലീൻ ചെയ്യാതെ നമുക്ക് ക്ലീൻ ആയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വേസ്റ്റ് ബക്കറ്റ് ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ക്ലീൻ ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യാണ്. ആ ആള് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് കേട്ട് പുള്ളിയുടെ സബ്-കോൺഷ്യസിൽ പോയി പുള്ളി അതെല്ലാം ക്ലീൻ ചെയ്ത് ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു റിന്യൂവൽ നടക്കുന്നുണ്ട് അവിടെ ഭയങ്കരമായിട്ട്. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ, അതായത് ചിലപ്പോൾ ഒരാൾക്ക് എന്താണ് എൻ്റെ പൊട്ടൻഷ്യൽ എന്ന് തിരിച്ചറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ തിരിച്ചറിയാനാണെങ്കിലും ഉറപ്പായിട്ട് പറ്റും. കാരണം ഞാൻ തൃശ്ശൂർ തന്നെ ഞാൻ കാസിനോ ഹോട്ടലിൽ എനിക്ക് ഒരു 3 years ബാക്ക് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പോൾ അവിടെ വന്ന ഒരു കുട്ടി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, പുള്ളിക്കാരത്തേക്ക് ലിഫ്റ്റിൽ കയറുന്ന ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് വന്നപ്പോഴത്തേക്കും ആള് സ്റ്റെപ്സ് കയറി വരുന്നുണ്ടോ, ഞങ്ങൾ ചോദിച്ചാൽ എന്ത് പറ്റി, ലിഫ്റ്റ് പേടിയാന്ന് പറഞ്ഞു. നമ്മൾ അവിടെ തന്നെ ഒരു സെഷൻ ചെയ്ത് ധൈര്യമായിട്ട് പോയി. അപ്പോൾ ധൈര്യമായിട്ട് പോയി ലിഫ്റ്റിൽ പോയിട്ട് കയറി വന്നു. അപ്പോൾ നമുക്ക് ഫിയറും മാറി. അതുപോലെ വേറൊരാൾക്ക് അവിടെ ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ കയറിയാൽ പ്രശ്നം, അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി എന്ന് വേണേൽ പറയാം. സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്, പിന്നെ സ്റ്റേജിൽ കയറി ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടി. അപ്പോൾ നമ്മൾ സജഷൻസ് കൊടുത്തു, അടുത്ത പ്രാവശ്യം കണ്ടു തുറന്ന് വരുമ്പോഴത്തേക്കും നിങ്ങൾ സ്റ്റേജിൽ കയറി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. കാരണം നമുക്ക് എപ്പോഴാണ് സ്റ്റേജിൽ പേടി ഉണ്ടാകുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ ഞാൻ 3ാം ക്ലാസ്സിൽ പാട്ട് പാടാൻ കയറിയപ്പോഴത്തേക്കും നമ്മുടെ ഒരു കൂടെ ഒരാൾ പറയുകയാണ്, അയ്യോ എടാ മോശമായി പോയല്ലോ, അത് അത്ര ശരിയായില്ലല്ലോ, ഭംഗിയായില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അതെൻ്റെ ഉപബോധ മനസ്സിലേക്കാണ് പോകുന്നത്. ചെറുപ്പത്തിൽ കിട്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും സബ് കോൺഷ്യസിലേക്കാണ് പോവുക. കാരണം ആ സമയത്ത് നമുക്ക് ക്രിട്ടിക്കൽ മൈൻഡ് എന്ന സാധനമില്ല. ഈ ക്രിട്ടിക്കൽ മൈൻഡാണ് സബ് കോൺഷ്യസിൻ്റെ ഗാർഡിയൻ. ഈ ക്രിട്ടിക്കൽ മൈൻഡ് പ്രായം കൂടുന്തോറുമാണ് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നതോറും ക്രിട്ടിക്കൽ മൈൻഡ് കൂടും. അതുകൊണ്ടല്ലോ കൊച്ചിൻ്റെ കയ്യിൽ പോയി ഇടിച്ചിട്ട് നമ്മൾ വേദന പോയെന്ന് കഴിഞ്ഞാൽ വേദന പോയി, പക്ഷെ വലിയൊരാളുടെ കയ്യിൽ ഇടിച്ചിട്ട് നമ്മളെ ഇടിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടാലൻസിനെ, ഇത് ഒരിക്കലും ഒരു സാധനം എല്ലാം എടുത്തു കളയാനുള്ള സാധനം മാത്രമല്ല, ഈ വേസ്റ്റ് ബക്കറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് പോസിറ്റീവ് റിസോഴ്സസിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഒരു, ഇപ്പം നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഇനിയും തൊട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും. അപ്പം ഇയാൾ റോബോട്ട് പോലെ അത് പഠിക്കുമല്ല, പക്ഷെ ഇനി എവിടെ ഇംഗ്ലീഷ് കേട്ടാലും ഇയാളത് പിക്ക് ചെയ്ത് തുടങ്ങും. ഇപ്പം നമ്മൾ ടാറ്റ സഫാരി ഇപ്പോൾ പുതിയൊരു മോഡൽ ഇറങ്ങുന്നുണ്ട്, ടാറ്റ സിയറ. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയതാണ്. നമ്മളിപ്പോൾ AI ചോദിക്കുന്ന പോലെ ടാറ്റ സിയറ ഒന്ന് സെർച്ച് ചെയ്ത് പിന്നെ വരുന്ന എല്ലാം ടാറ്റ സിയറ അല്ലേ. അപ്പം വഴിയിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഫുള്ളി വണ്ടി. അപ്പോൾ ഒരു തോട്ട് ഇട്ട് കഴിയുമ്പോൾ അത് സബ് കോൺഷ്യസിലേക്ക് പോയാൽ പിന്നെ ബ്രെയിൻ അല്ലെങ്കിൽ തോട്ട്സ് പിന്നെ ഫോക്കസ് ചെയ്യുന്നതും അന്വേഷിക്കുന്നതും അതിനെയായിരിക്കും. അപ്പം നല്ല തോട്ട്സ് ഇട്ട് കൊടുത്താൽ ഇനി തൊട്ട് നല്ലൊരു നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും കേട്ടോ, പറ്റും. പിന്നെ ഇംഗ്ലീഷ് വേർഡ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഒപ്പിയെടുക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇൻട്രസ്റ്റ് എപ്പോഴും സബ് കോൺഷ്യസ് ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പാഷൻ ഉള്ളത് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളത് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എഫേർട്ട് ഇല്ല. ഇപ്പം ഞാൻ ഹിപ്നോസിസ് പഠിച്ചതിൽ ഞാൻ ബുക്സൊക്കെ വായിച്ചല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് ഇട്ടതൊരു ശരിക്കും 6 months പോലും കാണില്ല. പക്ഷെ അത് ഒടുക്കത്തെ എഫേർട്ടാണ് ഇട്ടത്. കാരണം എന്താ, സബ് കോൺഷ്യസ് ട്രിഗേർഡ് ആയിരുന്നു അത്, ഇൻട്രസ്റ്റ് ആയിരുന്നു അത്. അപ്പം നടന്നു. എന്നെ ഫോഴ്സ് ചെയ്ത് കൊടുത്താൽ പഠിപ്പിക്കാൻ നോക്കിയാൽ, കാരണം പുള്ളി സംസാരിക്കുന്നത് കോൺഷ്യസിലേക്കായിരിക്കും, സബ് കോൺഷ്യസിലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ കേൾക്കും, പഠിക്കാം, പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ല, നമ്മൾ പഠിച്ചാൽ പഠിച്ചു എന്നായി. ഇപ്പൊ നമ്മൾ സെൽഫ് ഹിപ്നോട്ടിസത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങി ചെല്ലാമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറിന്റെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനൊക്കെ പറ്റുമോ? ശരിക്കും സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ അതിന് ടെക്നിക്കുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം, ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതും നമ്മൾ ശരിക്കും പിന്നെ പഴയത് പാസ്റ്റ് ഓർത്തെടുക്കാൻ പറ്റും, പക്ഷെ അവിടെ എനിക്ക് ഒരാൾ ഗൈഡ് ചെയ്യാൻ വേണം. കാരണം നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യില്ലേ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ചെയ്തിട്ടുണ്ടോ? നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ കുറേ നേരം ഇരിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിലാക്സ് സ്റ്റേറ്റിലേക്ക് പോകും, ഒരു ഉറക്കം തൂങ്ങുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ സ്ലീപ്പിലേക്ക് പോകും. പക്ഷെ അവിടെ നമുക്ക് ഗൈഡ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ സെൽഫ് ഹിപ്നോസിസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഒരാൾ ഗൈഡ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകണം, എന്നാലേ നമുക്ക് മനസ്സിലാൻ പറ്റുള്ളൂ. അപ്പോൾ സെൽഫ് ഹിപ്നോസിസ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വെയിറ്റ് കുറച്ചിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഒരു 100+ വെയിറ്റ് ഉണ്ട് എനിക്ക്. ഞാൻ എയർ ഇന്ത്യയിലായിരുന്നു, എനിക്ക് വെയിറ്റ് ചെക്ക് വന്നു, എനിക്ക് 84 ആക്കണമായിരുന്നു. അപ്പോൾ ഓടുകയും
എക്സസൈസ് ചെയ്യുന്നല്ലാതെ നമ്മൾ ഫുഡടി നിന്നില്ലെങ്കിൽ വെയിറ്റ് കയറിക്കൊണ്ടിരിക്കും. ഫുഡിനെ കട്ട് ചെയ്യാൻ എനിക്കൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഞാൻ ചെയ്ത സെൽഫ് ഹിപ്നോസിസ് ആണ്. അപ്പോൾ ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ അഫർമേഷൻസ് പറയും. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഹിപ്നോട്ടിസ്റ്റ് ഇല്ലല്ലോ, ഞാൻ ഫോൺ എടുത്ത് അഫർമേഷൻസ് പറയും. കിടക്കുമ്പം കേൾക്കും, രാവിലെ എഴുന്നേക്കുമ്പോൾ കേൾക്കും. അഫർമേഷൻസ് ഞാൻ കസ്റ്റമൈസ് ചെയ്ത സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞ ഞാൻ റൈസ് കഴിക്കില്ല, ഷുഗർ കഴിക്കില്ല. അത്രയും അത് കേട്ടതിന് ശേഷം ആ ഒരു മേ ബി ഒരു വെയിറ്റ് ചെക്ക് വരെ എനിക്കിതൊന്നും കഴിക്കാൻ തോന്നില്ല. നമുക്ക് കഴിക്കണം തോന്നും, വായിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ട. നേരത്തെ തീയുടെ എക്സ്പീരിയൻസ് പറഞ്ഞ പോലെ തന്നെ അപ്പൊ അങ്ങനത്തെ ഒരു ഫീലിലേക്ക് നമ്മൾ പോകും. ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് നമ്മളോട് തന്നെ പറയാം അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി ഒരാളുടെ കയ്യിൽ നിന്ന്, അപ്പൊ അയാളുടെ സബ് കോൺഷ്യസിലേക്ക് അത് പോയിട്ട് പിന്നെ അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോഴൊക്കെ നമുക്ക് വെറുപ്പായിരിക്കും. എന്തായാലും നമ്മള് ഈ ഒരു മേഖലയെ കുറിച്ച് അധികം ആർക്കും അറിവില്ലാത്തൊരു ഏരിയയാണ്. പൊതുവെ തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് പേര് എനിക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ കൂടുതലും ബിസിനസ് ഓറിയന്റഡ് ആൾക്കാരല്ലേ, അപ്പോൾ ബിസിനസ്സിൽ ശരിക്കും നമുക്കൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റിയ സംഭവമാണ് ഹിപ്നോസിസ്. അപ്പം അങ്ങനെ ബിസിനസ് എനിക്ക് തെറാപ്യൂട്ടിക്കൽ സാധനം കുറവ് വന്നേക്കുന്നത്, പക്ഷേ ബിസിനസ് ഓറിയന്റഡ് എനിക്ക് തൃശ്ശൂർ ഒരു ബിസിനസ് ഹബ് അല്ലേ. അപ്പം അങ്ങനെ അതുകൊണ്ടായിരിക്കും പലരും ട്രെയിനിങ്സിനും കാര്യങ്ങളൊക്കെ പേഴ്സണൽ കൺസൾട്ടേഷനൊക്കെ വിളിക്കാറുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു ഏരിയയിൽ കുറെ ഇൻഫർമേഷൻ, അതായത് ശരിക്കും നമ്മൾ കണ്ടും കേട്ടിട്ടുള്ളതെന്ന് പറയുന്ന സിനിമകളിലൂടെയാണ്. ഒരു മുത്ത് നോക്കി ഇരുന്നിട്ട് ഇങ്ങനെ മൈൻഡ് റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ഹിപ്നോട്ടിസത്തിലേക്ക് പോകുന്നതൊക്കെയാണ് എൻ്റെ മനസ്സിലെ ഹിപ്നോട്ടിസം. കാരണം അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനേക്കാൾ അപ്പുറം ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോഴും മുഴുവൻ അറിഞ്ഞെന്നല്ല എങ്കിൽ കൂടെ അതിനോട് കുറേ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുമ്പോൾ എനിക്കും ഒന്ന് ഹിപ്നോസിസം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്തതിൽ, ഈ ഒരു ടൈമിൽ ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിലൊക്കെ ഒരുപാട് താങ്ക് യു. പ്രോഗ്രാമിന് വരും. അതെ, വൈറ്റ് പാലസിലല്ലേ? വൈറ്റ് പാലസിൽ. ഓക്കെ. അപ്പോൾ 2 day വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു ഹിപ്നോസിസിനെ കുറിച്ച് അറിയാനായിട്ട്, ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും അല്ലേ? തൃശ്ശൂരിൽ നിന്ന് ആൾക്കാർ വരും. പക്ഷെ തൃശ്ശൂരിൽ നിന്ന് ആൾക്കാർക്കുള്ള നമ്മൾ സാധാരണ ചെയ്യുന്ന ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ്, ബാംഗ്ലൂർ ഇങ്ങനത്തെ സിറ്റീസിലാണ് ചെയ്യുന്നത്. അപ്പൊ തൃശ്ശൂരിലേക്ക് അധികം നമ്മൾ വന്നിട്ടില്ല. അപ്പൊ തൃശ്ശൂർക്ക് കിട്ടുന്ന വലിയ ഓപ്പർ, കാരണം തൃശ്ശൂർക്കാരിൽ ഒത്തിരി പേരുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് തൃശ്ശൂരിലുണ്ട്. പക്ഷെ ഇവരെല്ലാം വന്ന് പഠിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റി, ഹോം ടൗണിൽ തന്നെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ, സാറിന് ഇത്രയും കാലം ചെയ്തിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കിങ്ങനെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഓർത്തിരിക്കുന്ന ഹിപ്നോട്ടിസം എക്സ്പീരിയൻസ് എന്തെങ്കിലും എടുത്ത് പറയാനായിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ കാണാം, ഒരു പയ്യനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ സൈക്കോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു, പഠിക്കാൻ വന്നതാണ്. പക്ഷെ പുള്ളിക്ക് ഐസൈറ്റ് ഒരു 3 to 4 feet വരെ കാണുള്ളൂ. ഐലറ്റ്സ് എപ്പോഴും ഇങ്ങനെ താന്ന്, അറിയാലോ കണ്ണ് ഇതില്ലാത്ത ആൾക്കാർക്ക് ഐലറ്റ്സ് താഴ്ന്നു കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇയാൾക്ക് അത്ര ഐസൈറ്റ് ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് റോയിലാണ് ഇരിക്കുന്നത്. കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും പുള്ളിക്ക് നെർവ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് പുള്ളി, ഞങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾ ടെസ്റ്റിമോണീസ് മേടിക്കും. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ പിടിച്ച് പുള്ളി നല്ലൊരു ടെസ്റ്റിമണി തന്നു. അപ്പോൾ ടെസ്റ്റിമണിയിൽ പുള്ളിയുടെ വീഡിയോ ക്യാപ്ചർ ചെയ്തല്ലോ ഞങ്ങൾ. അതിനുശേഷം പുള്ളി എന്നോട് പേഴ്സണലി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര അപകർഷതാബോധമുണ്ട് ഈ ഒരു കണ്ണിൻ്റെ കാര്യം വെച്ച്. അപ്പോൾ വരുന്ന പോലും ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ പോലും പുള്ളിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ആയിരിക്കും നമുക്കൊരു സെഷൻ ചെയ്തിട്ട് പോകാം. ക്ലാസ്സൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പുള്ളിക്ക് വേണ്ടി മാത്രമേ ഞങ്ങളിരുന്നു. എന്നിട്ട് സെഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്കൊരു ഉള്ളിൽ നിന്നൊരു സാധനം വരുമല്ലോ. അപ്പം നമ്മൾ ചുമ്മാ പറഞ്ഞു, ഈ കണ്ണ് തുറന്ന് വരുമ്പോഴത്തേക്കും നിൻ്റെ കണ്ണിന് ഭയങ്കര പവറായിരിക്കും, നിങ്ങൾക്ക് ചുറ്റിനുള്ള എല്ലാം കാണാൻ പറ്റും, നേഴ്സ് എല്ലാം ഭയങ്കര ആക്റ്റീവായി. ഇങ്ങനെ കുറേ നമ്മുടെ ആയിട്ടുള്ള കസ്റ്റമൈസ് ചെയ്ത കുറേ സജഷൻസ് പറഞ്ഞിട്ട് കണ്ണ് തുറന്നപ്പോൾ ഇവന് ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു. ഹെഡേക്കായിട്ട് പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ഇവന് ഈ ഓഡിറ്റോറിയത്തിൽ എല്ലാവരും കാണാം വിത്തൗട്ട് കണ്ണാടി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് ഭയങ്കര ഒരു മിറക്കിളല്ലേ. അപ്പം ഞങ്ങളപ്പം തന്നെ പുള്ളി എന്ത് ചെയ്തു, നമ്മുടെ ക്യാമറമാൻ ഉള്ളു, നമ്മളപ്പം തന്നെ വിളിച്ചിട്ട്, ബ്രോ ഒരു ടെസ്റ്റ് കൂടി എടുത്താ അപ്പൊ നിങ്ങൾക്ക് ആ 2 ടെസ്റ്റ് മണിയും ഒരേ സമയത്ത് എടുത്തേക്കുന്നതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അപ്പം തന്നെ ഫേസിൽ തന്നെ അറിയാം. ഐലിഡ്സ് ഓപ്പൺ ആയി, കണ്ണാടി വേണ്ട, ഫുൾ ബോഡി ലാംഗ്വേജിൽ പോലും ആ ഒരു പോസിറ്റിവിറ്റി കാണാൻ പറ്റും. അപ്പൊ അത് എന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അത് വൺ ഓഫ് ദി ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് കിട്ടുന്ന, നമുക്ക് കിട്ടുന്ന മണിയോ കാര്യങ്ങളല്ല, ഇതിൻ്റെ അകത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് കിട്ടുക. ഒരാൾ 36, 35, 40, 50 വയസ്സ് വരെ കൊണ്ടുകൊടുക്കുന്ന സംഭവം, നമ്മളൊരു അവർക്കൊരു ഹീലിംഗ് നമ്മളല്ല കൊടുക്കുന്നത്, അവർ തന്നെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമല്ലേ ഈ ഹിപ്നോട്ടിസത്തിലൂടെ? അതെ. എന്തായാലും
എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയ ഒരു നല്ലൊരു സെഷൻ ആയിരുന്നു ഇത്. കാരണം നമ്മൾ ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന വളരെ 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 പരിമിതമായിട്ടുള്ള അറിവിൽ നിന്ന് ഇത്രയും കുറച്ചും കൂടെ വൈഡായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. നമ്മൾ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നിപ്പോൾ ഒരു ധാരണയായിട്ടുണ്ടാവും എല്ലാവർക്കും. എന്നെപ്പോലെ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ടാവും സാറിനെ കോൺടാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സർ താങ്ക് യു സോ മച്ച്.